ഒരു സുപ്രധാന ദിവസമാണ്. നമ്മുടെ മാലാഖ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി എന്നും ഓർമ്മിക്കപ്പെടുന്നൊരു ദിവസം. ഒരു കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനമല്ല ഇന്നിവിടെ നടക്കുന്നത്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എല്ലാവർക്കും ഇവർ ഭിന്നശേഷിക്കാരായിരിക്കും, ഇവരെ വേറെ പല തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നതായിരിക്കും. പക്ഷേ നമുക്കിവർ മക്കളാണ്. അതാണ് നമ്മളുടെ ഫീലിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം അബ്ദുള്ള ഖാനോട് ബഷീർ ഖാനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന ഒരു അച്ഛൻ, ഒരു മകൻ, സിവിയർ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു മോൻ. ആ മോൻ അച്ഛനെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ആ മോന് ഡോക്ടറെ കാണുന്നത് വരെ ഞാൻ തൊട്ട പിറകിൽ അവിടെ ഇരിക്കുകയാണ്. ഈ അച്ഛനും ഈ മോനെയും കൊണ്ട് നമ്മളുടെ ഡോക്ടർ സമയ ഡോക്ടർ കൗണ്ടറിനുണ്ട്. എത്ര തവണയാണെന്നറിയോ ആ അച്ഛൻ ആ മകൻ ഉമ്മ കൊടുത്തുകൊണ്ടേയിരുന്നത്? മോനത് അറിയുന്നില്ല. ഞാൻ പറയുന്നത്, ഈ ലോകം മനസ്സിലാക്കേണ്ടത് ഇവർ മക്കളാണെന്നാണ്. ഭിന്നശേഷിക്കാരാണെന്നോ അതല്ലെങ്കിൽ ഇതൊന്നുമല്ല. ഇവർ നമ്മളെ ഫീലിങ്സ് അറിയുന്ന നമ്മളെ മക്കളാണ് എന്നുള്ളത് ഈ ലോകം തിരിച്ചറിയണം. അതിനുള്ള ഫ്ലൈറ്റിൽ നമ്മളെ കൂടെ ബഹുമാനപ്പെട്ട MP ഉണ്ടാവും. നമുക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്ന സഹായിക്കാം, സഹകരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ മാത്രമല്ല, പറഞ്ഞ പോലെ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പല തവണയും അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പ ഇങ്ങനെ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, അത് എന്നിൽ നിന്ന് നിർവഹിക്കാൻ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് മാത്രം വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ കണ്ണിൽ നിന്നാണ് കണ്ണീര് വന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇതിനുള്ള എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. എത്ര വാക്കുകൊണ്ട് പറഞ്ഞാലും തീരാത്ത ഒരു വലിയ പുണ്യപ്രവൃത്തിയെ ഏറ്റെടുത്തവർക്ക് ഈ നാടിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ വളരെ റീസെൻ്റായിട്ടാണ് ഈ വിഷയങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നു തുടങ്ങിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററെ പോയി കണ്ടിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ പഠനങ്ങൾ നടത്തുമ്പോൾ നേരത്തെ യുനെസ്കോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മക്കളാണ് എന്നുള്ള ചിന്ത പൊതുസമൂഹത്തിനുണ്ട്, പൊതുപ്രവർത്തകർക്കുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഈ കുട്ടികളുടെ സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. ഇതിൽ 18 വയസ്സ് കഴിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള ആശങ്കകൾ, ഞാൻ അതൊന്നും ഇപ്പോൾ ഇവിടെ ഈ മേഖലയിൽ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ അതൊന്നും ഇനി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടത് എന്താണെന്നോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്താണെന്നോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. രക്ഷിതാക്കളോട് ഒറ്റ വാക്ക് മാത്രം പറയുന്നു, നിങ്ങൾ നെസ്റ്റിൻ്റെ കെയർ ഹോമാണ്. നെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു കൂടാണ്. കെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു വാചകം. ഹോം എന്ന് പറയുന്നതും വീടുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കെയറിൻ്റെ കൂടുള്ളൊരു ഹോമായിട്ട് നിങ്ങളിതിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഓരോ നിങ്ങളുടെ ഇടപെടലുകളും ഇവിടെ ഇരിക്കുമ്പോഴും അറിയുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നു. എനിക്ക് മുജീബ് ആയിട്ട് നേരത്തെ പരിചയമോ അല്ലെങ്കിൽ ഭയങ്കര ബന്ധമൊന്നും എനിക്കില്ല. ഞാനിപ്പോൾ 2 മിനിറ്റാണ് ഇപ്പോൾ അടുത്തിരുന്നിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, മക്കൾ സ്ഥലത്തില്ല, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുണ്ട്, ഭാര്യയുടെ പിതാവ് ഇവിടെ ഉണ്ട്. നമ്മൾ 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടിയും 1 തുണ്ട് സ്ഥലത്തിന് വേണ്ടിയും എല്ലാത്തിനും വലിയ രീതിയിലുള്ള വാശിയും പോരാട്ടവും ഒക്കെ പലതരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്വന്തം അധ്വാനത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന ഒരു പണത്തെ ഇതിനു വേണ്ടി നീക്കി വെക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ മനുഷ്യൻ ജീവിതത്തിൽ നേടിയതിനേക്കാളും വലിയ സംതൃപ്തി നൽകിയതിൻ്റെ പേരിൽ അവർക്കുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ആ കുടുംബത്തെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഭാര്യയും മക്കളും സഹോദരങ്ങളും ഉൾപ്പെടെ, ഭാര്യയുടെ കുടുംബം ഉൾപ്പെടെയുള്ള കുടുംബത്തെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനുവേണ്ടി നീക്കി വെക്കേണ്ടി വരുന്ന തുക നാളെ ഞങ്ങളുടെ കുട്ടികൾക്ക് അനുഭവിക്കാനുള്ളതല്ലേ, അടുത്ത തലമുറകൾക്ക് കൊടുക്കാനുള്ളതല്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ അതെ എന്ന് പറയാനായിരിക്കും പല കുടുംബങ്ങളിലും ആളുകളുടെ എണ്ണം കൂടുതലെങ്കിൽ, നേരത്തെ ഇവിടെ യുനെസ്കോ സൂചിപ്പിച്ചതുപോലെ ഇത് മക്കളാണ്. ആ മക്കളെ സംരക്ഷിക്കേണ്ടതും ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമാണെന്ന് കരുതാനുള്ളൊരു മനസ്സവർക്ക് രൂപപ്പെട്ട് വന്നതിന് ദൈവത്തിനോട് നന്ദി പറയാനും അവരോട് ഞങ്ങളുടെയും ഈ കുടുംബങ്ങളുടെയും ഈ നാടിൻ്റെയും പ്രാർത്ഥനകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കും. ഇത് എത്ര ഗൗരവമേറിയ ഒരു ഇടപെടലും പ്രശ്നവുമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ടൊരു പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലക്കോ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്കോ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കോ ഉള്ള ഒരു ഉറപ്പ് ഞാൻ ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മേഖലയുടെ കാര്യങ്ങൾ നിരന്തരം
ഉന്നയിക്കേണ്ടവരുടെ മുന്നിൽ ഉന്നയിക്കുന്നവരുടെ പട്ടികയിൽ, നിരന്തരം ഈ മേഖലയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരുടെ പട്ടികയിൽ ഞങ്ങൾ ഉണ്ടായിരിക്കും. പാർലമെന്റിനകത്തും പുറത്തും ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം നിങ്ങൾ കേട്ടിരിക്കുമെന്നുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉൾപ്പെടെ പറയാൻ ആഗ്രഹിക്കുക. അദ്ദേഹം ഒരു പിതാവിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഉമ്മയാണ് കൊടുക്കുന്നതെന്നും അച്ഛനാണ് തരുന്നതെന്നും ഒന്നും അറിയാതെ മകനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിൻ്റെ ഒരു ചിത്രം അതേ ഇവിടെ പറയണ്ടേ. ഞാൻ എല്ലാ രക്ഷിതാക്കളോടും പറയുന്നു, ഈ മക്കളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റാരെക്കാളും നന്നായിട്ട് ഇവരെ നോക്കാൻ നിങ്ങൾക്കേ കഴിയുള്ളൂ എന്നുള്ളത് ഏൽപ്പിച്ചവർക്ക് അറിയുന്നത് കൊണ്ട് കൂടിയായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുള്ള. അവരെ നോക്കുന്നതിനിടയിൽ നിങ്ങൾ വീണു പോവാതിരിക്കാൻ ആ വലിയ ഉത്തരവാദിത്വം, ദൗത്യം നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനിടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവാതിരിക്കാനുള്ള ജാഗ്രത അത് കാണിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് ഞങ്ങളെല്ലാവരും എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മുന്നോട്ട് പോകും തോറും ആ കാര്യത്തിലുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ വടകരയും പരിസര പ്രദേശങ്ങളിലും പാർലമെന്റിൽ പരിസര പ്രദേശങ്ങളിലും ആ കാര്യങ്ങൾ ഉറപ്പുവരുത്താനുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുണ്ടാവും. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഈ യാത്രയിൽ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറയുന്നു. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ഇവിടെ വന്നിരുന്നവരാണ്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ അവിചാരിതമായി 5 സ്ഥലത്ത് പോയിട്ടാണ് എനിക്കിവിടെ വരാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. 3 മനുഷ്യജീവനുകൾ ഇന്നലെ പൊലിഞ്ഞു. അതുപോലെ തന്നെ നിരവധി പേർ പരിക്കേറ്റും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പോവാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം പാർലമെൻറ്റിൽ നിന്ന് വന്ന് ഞാൻ ഇന്ന് എത്തിയത്. അതുകൊണ്ട് അവിടെ പോകേണ്ടി വന്നു. MLA ഒരു ആശുപത്രി കേസുമായിട്ട് ബന്ധപ്പെട്ട് മൈത്രിയിലാണുള്ളത് എന്നുള്ളത് അറിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയാതെ പോയെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. എനിക്കിവിടുത്തെ സ്റ്റാഫിന്, ഇവിടുത്തെ ഇതിൻ്റെ നെസ്റ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് യുനെസ്കോയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കേവലം ഒരു സ്ഥാപനം ആരംഭിക്കുക എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അവരെ ഭിന്നശേഷിക്കാരോ അല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ഞാനും ചെയർപേഴ്സണും ഞങ്ങൾ ആദ്യത്തെ ഹാളിൽ പോയി. ഇപ്പോൾ ഒരു വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന കുട്ടികൾ, മുജീക്കാട് മനസ്സ് തുറന്ന കുട്ടികൾ നമ്മൾ കണ്ടതിൽ ആദ്യത്തെ കുഞ്ഞൊക്കെ ചിരിക്കുന്ന ചിരിയില്ല. നമുക്ക് ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് നിന്ന് ചിരി മാഞ്ഞിട്ട് നമുക്ക് ആളുകളോട് ചിരിക്കാൻ മടിക്കുന്ന ഒരു കാലത്ത് ആരാണോ എന്താണോ എന്നുള്ള രേഖകൾക്കും ഐഡൻറ്റിറ്റികൾക്കും ഒന്നും കാത്തു നിൽക്കാത്ത കുഞ്ഞു മക്കളെ ഏറ്റെടുത്തിട്ട് അവരുടെ ചിരിക്ക് കാരണമായിട്ട് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നെസ്റ്റിനോട് ഞാൻ പറയുന്നു, ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടുത്തെ സ്റ്റാഫിനോട് അവരോടും എത്ര പറഞ്ഞാലും മതിയാവില്ല. സ്വന്തം എന്ന പോലെ എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് എനിക്ക് ആ താഴെ ഹാളിൽ നിന്ന് മനസ്സിലാക്കി. സ്വന്തം എന്നതിനേക്കാൾ കൂടുതൽ ഈ മക്കളെ സ്നേഹിക്കുന്ന നിങ്ങളോടും ഈ നാടിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രചോദനമാണ് നിങ്ങൾ ഓരോരുത്തർ. ആ കുട്ടികളുടെ കൈപിടിച്ച് ഓരോ ദിവസവും നിങ്ങൾ നടത്തുന്ന ഒരു വലിയ യത്നത്തിന് അതിനൊന്നും വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരില്ല. ഞങ്ങൾക്കുടെ ആദരവും സ്നേഹവും ബഹുമാനവും അത് കലർപ്പില്ലാതെ ഈ വേദിയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കെയർ ഹോമിൻ്റെ പൂർത്തീകരണം പെട്ടെന്ന് നടക്കട്ടെ. അത് പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിൽ എത്തിക്കുമ്പോഴത്തേക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളിൽ അവകാശങ്ങൾ അത് നിയമം കൊണ്ട് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം രാജ്യത്തുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് അത് ഒറ്റ നേരം ഇരുട്ടി വെളുക്കുന്നത് കൊണ്ട് നടക്കുന്ന ഒന്നല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ദീർഘദൂര യാത്രയായിരിക്കാം, പക്ഷേ ആ യാത്രയിൽ നെസ്റ്റിനോടൊപ്പമുണ്ട്, രക്ഷിതാവിനോടൊപ്പമുണ്ട്, ഈ മക്കളോടൊപ്പമുണ്ട്, സ്റ്റാഫിനോടൊപ്പമുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കൊപ്പമുണ്ട്. മുജിക്കെ പോലുള്ള നല്ല മനുഷ്യരുടെ ചിന്തകൾക്കും പ്രവർത്തികൾക്കും ഒപ്പമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ലിസ്റ്റിലേക്ക് ആരും വരുന്നത് ഒരുപാട് ആളുകളുള്ള, നേരത്തെ നമ്മുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ രീതിയിൽ ഒരുപാട് ആളുകളുള്ള, അവരെ നോക്കാനും പരിചരിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ വന്നു ചേരുന്നത്. എവിടെയാക്കണ്ട ഞാൻ നോക്കൂന്ന് അങ്ങനെ ഇവള് നോക്കിയതാ 40 ദിവസം.